നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, ആന്റി എന്താ എങ്ങനെ നോക്കുന്നേ? എന്താ ഈ കവറില്? ഏയ്, അതൊന്നുമില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാ. എടാ ചെക്ക, നിന്റെ കയ്യിലെ കവറിലുള്ളത് മണിയറ അലങ്കരിക്കാനുള്ള പൂക്കളാണെന്ന് എനിക്കറിയാം. എന്നാ ഞാൻ പോട്ടെ. അല്ല, ഇവിടെ എന്താ പൂക്കളുടെ മണം? നീ പൂക്കൾ എന്തേലും വാങ്ങിച്ചോ? എന്തിന്? മുല്ലപ്പൂവൊക്കെ പെണ്ണുങ്ങളല്ലേ വെക്കുന്നത്. ഓ, ചിലപ്പോ പുറത്ത് വെക്കുന്ന കുറ്റിമുല്ല പൂത്ത് കാണും, അതിന്റെ മണമായിരിക്കും. ആ ശരി. കുറ്റിമുല്ല പൂക്കുന്നത് ഇന്ന് നിന്റെ പുറത്തായിരിക്കും മോനെ. അതിനുള്ള പണിയെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എന്നെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ട്രാപ്പിൽ വീണുന്ന്. പക്ഷേ ഇപ്പൊ ട്രാപ്പിൽ വീണിരിക്കുന്നത് നിങ്ങളാണ്. എന്നെയും ശ്രേയും കൂടി രാത്രി മുറിയുന്ന എന്തായാലും നിങ്ങളെല്ലാവരും കൂടി പിടിക്കും. അതോടെ എല്ലാവരും ഞങ്ങളുടെ ബന്ധുവും അറിയും. പിന്നെ ഞങ്ങളുടെ വിവാഹം നടത്തി തരാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല എൻ്റെ ഭാവി അമ്മായി അമ്മേ. വീണയും നീയും ഇന്നു മുതൽ ഈ വീടിന് പുറത്താ. പൂക്കള് കൊണ്ടുപോയി മണിയറ ഒരുക്ക്, എന്നിട്ട് കാത്തിരിക്കെ. ആദ്യരാത്രിയല്ല, ഇന്ന് ഈ വീട്ടിലെ നിന്റെ അന്ത്യരാത്രിയായിരിക്കും. വിശ്വട്ടൻ പണ്ട് പറയുമായിരുന്നു, ഒരിക്കലും ഒരാളോടും ഒന്നിനും കള്ളം പറയരുതെന്ന്. നമ്മൾ സത്യസന്ധരായാൽ മതി, മറ്റുള്ളവർ നമ്മളോടും സത്യസന്ധരായിക്കൊള്ളുമെന്ന്. ആ ഫോട്ടോ കാണിച്ച് ദർശന ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കിനിയും സാധിച്ചിട്ടില്ല. എന്തു പറയും? ഇത്രയും കാലം മറവിൽ കിടന്നിട്ട് ഓർമ്മകളെ കുത്തിപ്പൊളിച്ച് പുറത്തെടുക്കാൻ ആ ഫോട്ടോയ്ക്ക് സാധിച്ചു. അതിന്റെ പൊള്ളൽ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ദർശന എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അതിന്റെ പിന്നാലെ പോവുകയാണ് ശീലം. മരുവത്തൂർ വീട് 4 വഴിക്ക് ചെതറിപ്പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചിലപ്പോ ചോദ്യങ്ങളുമായി ദർശന വീണ്ടും എന്റെ മുന്നിലേക്ക് വരും. ഞാൻ എന്തു പറയും? നിക്ക്. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. നമുക്കിടയിൽ ഒരു ഒളിച്ചുകളി വേണ്ട. മുഖത്ത് നോക്കി കാര്യം പറയാം. എന്തിനാ നീ എന്റെ പിന്നാലെ വരുന്നത്? ഞാൻ നിന്നെ കണ്ടില്ലെന്ന് കരുതിയോ? എന്നെ നിനക്കറിയില്ല. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായ ഒന്നും എനിക്ക് ചുറ്റുമില്ല. എന്റെ പിന്നാലെ വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ക്ഷേത്രത്തിൽ ഞാൻ ചെന്നിറങ്ങുമ്പോൾ നീ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു.
കുളക്കരയിൽ ഞാൻ ബലിയിടുമ്പോഴും നീ അവിടെ ഉണ്ടായിരുന്നു. തിരുമേനിയോട് നീ ചോദിച്ചതും ഞാൻ അറിഞ്ഞു. ഇനി ഒന്നുകൂടി, ഞാൻ അറിയാത്തതായി ഒന്നും നിന്റെ ജീവിതത്തിലില്ല. ആരും അറിയാതെ നീ മറച്ചു വെച്ചതെല്ലാം എനിക്ക് പകൽ പോലെ വ്യക്തമാണ്. മറച്ചു വെക്കാനും ഒളിച്ചു പിടിക്കാനും ഒരുപാടുള്ളത് നിങ്ങൾക്കല്ലേ? നീയും മറച്ചു വെച്ചിട്ടുണ്ടല്ലോ ചിലത്. അത് ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ഈ മരുവത്തൂർ വിട്ട് നിനക്കെന്നേക്കുമായി ഇറങ്ങി പോകേണ്ടി വരും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഭീഷണിയാണോ? അല്ല, സത്യം. മരുവത്തൂരിൽ നിന്നും നീ പുറത്തായാൽ പിന്നെ നീ ജീവിക്കണോ മരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഒന്നും മറക്കരുത്, നീ നടന്നെടുക്കുന്നത് മരണത്തിലേക്കാ. നിങ്ങളാരാ? മറ്റുള്ളവരുടെ മരണം തീരുമാനിക്കാൻ നിങ്ങൾക്കെന്താ അധികാരം? ഞാൻ ആരാണെന്ന് അധികം താമസിയാതെ നീ അറിയും. എന്റെ അധികാരവും നിനക്കപ്പം മനസ്സിലാവും. അന്ന് നിങ്ങൾ ബലിയിട്ടപ്പോ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ശ്രേയ, മകം നക്ഷത്രം. ആദ്യം ഞാൻ കരുതി അത് നിങ്ങളുടെ മകളാണെന്ന്. പക്ഷേ ഇപ്പൊ സത്യം എനിക്ക് മനസ്സിലായി. കാമുകിയുടെ പേര് മകൾക്ക്. കൊള്ളാം. ഇക്കാര്യം ഗിരിജ മേഡത്തിന് അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുൻപ് സത്യം ഒരാൾ കൂടി അറിഞ്ഞിരിക്കണമല്ലോ. മരണം ഇരന്നു വാങ്ങാൻ എന്റെ പിന്നാലെ നീ വരരുത്. ആ കടുങ്കൈ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ. ഹലോ, ആരാ? ഹലോ, അഡ്വക്കേറ്റ് വിജയലക്ഷ്മി മാഡം അല്ലേ? അതെ, നിങ്ങളാരാ? എന്റെ പേര് ദർശന. SI കരുണനങ്കള ഈ നമ്പർ തന്നത്. ഓ, മനസ്സിലായി. കരുണൻ സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ദർശനയുടെ പ്രോബ്ലം? ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യേണ്ടത്? മാഡം, ഒരു ഡിവോഴ്സ് കേസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ വിളിച്ചത്. ഓ, ആരാ ക്ലയന്റ്? ഞാൻ തന്നെയാ. ഡിവോഴ്സ് വേണ്ടത് എനിക്കാ മാഡം. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പ്രോബ്ലം എന്താ? അയാളുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണോ? മാഡം, എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം വളരെ ഡീസന്റ് ആയ ഒരാളാ. എന്നോട് വളരെ സ്നേഹവുമാണ്. കൊള്ളാം. സാധാരണ സ്നേഹമില്ലായ്മ കൊണ്ടാണ് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇത് ഭർത്താവിന്റെ സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾ ഡിവോഴ്സിന് ശ്രമിക്കുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. മാഡം, പ്രോബ്ലം എനിക്ക് തന്നെയാ. അതെന്താ? നിങ്ങൾക്ക് മറ്റു വല്ല അഫയറും ഉണ്ടോ? ഏയ് ഇല്ല മാഡം. എന്റെ ഭർത്താവല്ലാതെ
മറ്റൊരു പുരുഷൻ എന്റെ ജീവിതത്തിലില്ല. നോക്കൂ ദർശന, ടൈം ഈസ് ടു ലേറ്റ്. കം ടു ദ പോയിന്റ്. വാട്ട് ഈസ് ദ റീസൺ?